നല്ല പടം കണ്ടിരിക്കാം. നല്ല മൂവിയാണ്, അടിപൊളി മൂവി. സൂപ്പർ പടം. നല്ല പോലെ ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. നല്ല പടം, നല്ല സൂപ്പർ പടം. ആരുടെ നമ്മുടെ നായികയുടെ ആ കുട്ടിയുടെ പെർഫോമൻസ് ആണ് സൂപ്പർ ആയിട്ടുള്ളത്. നമ്മുടെ ഈസ് ഓക്കെ. പടം കൊള്ളാം. Thrilling movie. It's a different face of Mammootty. Thank you. നന്നായിട്ടുണ്ടായിരുന്നു, നല്ല പടമായിരുന്നു. സൂപ്പർ പടം, ഭയങ്കര രസമായിട്ടുണ്ട്. ഷൈൻ ടോമിന്റെ അമ്മയായിട്ട് ഭയങ്കര ത്രില്ലിങ്, ഭയങ്കര രസമായിട്ട് മമ്മൂട്ടി വേറെ രീതിയിൽ കണ്ടതിന്റെ സന്തോഷം. ഗൗതം മേനോന്റെ ഡയറക്ഷനും എല്ലാം കൊണ്ടും നല്ല പടം. ഗോകുലും അസലായിട്ടുണ്ട്. ഡൊമിനിക്ക് അടിപൊളി. കാരണം നമ്മുടെ ഡയറക്ടർ നമ്മുടെ ഗൗതം മേനോൻ സാറിന്റെ ഫസ്റ്റ് മലയാളം മൂവി അല്ലേ, അത് വേറെ ലെവലിൽ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് തമിഴ് പടം എല്ലാം ഹിറ്റാണ്. അപ്പൊ മമ്മൂട്ടി കോംബോയും കൂടെ ആയപ്പോൾ വേറൊരു സ്റ്റൈലാണ്. അടിപൊളി പടം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. ഭയങ്കര സസ്പെൻസ് ഉള്ള ഒരു സാധനമാണ്. നല്ല ത്രില്ലിംഗ് മൂവിയാണ്, അടിപൊളി. പ്രേക്ഷകരെ പിടിച്ചു നിർത്തും. എല്ലാവരും നല്ല അഭിപ്രായമല്ലേ പറയുന്നത്, നല്ല അഭിപ്രായമാണ്. കാരണം അതുപോലെ ഇതിന്റെ ഇടയ്ക്ക് നാളെ എന്റെ പടം റിലീസാണ് ബെസ്റ്റി. ഈ സപ്പോർട്ടും നമുക്ക് ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, മമ്മൂക്ക ഡിഫറെന്റ്, എല്ലാം ഡിഫറെന്റ് അല്ലേ മമ്മൂക്ക ചെയ്യുള്ളൂ, അറിയാലോ. പടം ഒരു ഇച്ചിരി സ്ലോ ബേസ്ഡ്, ഇന്റർവെൽ വരെ നമുക്ക് ഇച്ചിരി ഒരു സ്ലോ ആയിട്ട് തോന്നുന്നു കേട്ടോ. പക്ഷെ അവസാനമായപ്പോഴത്തേക്കും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഗൗതം മേനോന്റെ പടം അനുസരിച്ച് ഒരു സ്പീഡപ്പ് ആകുന്നില്ല. കാരണം പുള്ളിയുടെ തമിഴ് പടമൊക്കെ നമ്മൾ കണ്ടത് നല്ല സ്പീഡിൽ കാക്കയും കമലഹാസന്റെ പടം ഒക്കെ കണ്ട് നല്ല ഇതായിട്ടല്ലേ പോയത്. പക്ഷെ ഒരു സ്പീഡിലേക്ക് പടം വന്നില്ല. അവസാനമാകുമ്പോൾ നന്നായിട്ടുണ്ട്. മമ്മൂട്ടി അക്ബറിനായിട്ടുണ്ട്. മമ്മൂട്ടിയുടെ പെർഫോമൻസ് എല്ലാം കിടിലിനായിട്ടുണ്ട്. പിന്നെ ഗോകുലും അവർക്ക് വന്നു. കുഴപ്പമില്ല, നല്ല പടം. മൂവി വാസ് ഗ്രേറ്റ്. എനിക്ക് ഒത്തിരി എന്താ പറയാ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ളൊരു മൂവിയാണ്. എൻ്റെ സെക്കൻഡ് മൂവിയാണ് വിത്ത് മമ്മൂക്ക. അപ്പോൾ ഫസ്റ്റ് മൂവി പരോൾ ആയിരുന്നു ആൻഡ് ദിസ് ഇസ് മൈ സെക്കൻഡ് മൂവി വിത്ത് ഹിം. ഓൾസോ ജീവിയും മമ്മൂക്ക കോമ്പിനേഷനിൽ ഒരു ചാൻസ് കിട്ടാന്ന് പറയുന്നത്, ഈവൻ ദോ ഇറ്റ്സ് എ കാമിയോ റോൾ. ഞാൻ ഈ രാത്രി എന്ന് പറഞ്ഞ സോങ്ങിലാണ് വരുന്നത് ആസ് ഗോകുൽസ് ഗേൾ ഫ്രണ്ട്. അപ്പം എനിവേ എല്ലാവരും പോയി കാണുക, നല്ലൊരു മൂവിയാണ്. ഐ ഹൈലി റെക്കമെൻഡ്. കാരണം നമ്മൾ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഒരു പാറ്റേൺ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഒബ്വിയസ്ലി ഇഷ്ടപ്പെടും. എനിവേ ഫസ്റ്റ് റെസ്പോൺസ് ഇസ് ഗ്രേറ്റ്. ലുക്കിംഗ് ഫോർവേഡ് ഫോർ എ സക്സസ്. താങ്ക് യു സോ മച്ച്. അതിന്റെ കാര്യമില്ല, എനിക്ക് ഒരുപക്ഷെ എനിക്ക് സ്ക്രിപ്റ്റ് വായിച്ചിട്ട് കണ്ടുകൊണ്ടായിരിക്കും. അപ്പം അതിനെ കുറിച്ച് ഞാൻ പറയുന്നത് നമുക്ക് സ്ക്രിപ്റ്റ് അറിയാമായിരുന്നു. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മള് സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ആദ്യമായിട്ട് സ്ക്രീനിൽ ഒരു കാണുന്ന സിനിമ ഫസ്റ്റ് സിനിമയാണ്. അതുകൊണ്ട് ഫുള്ളി ഇങ്ങനെ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് വേറൊരാളോട് ചോദിച്ചിട്ട് വീഡിയോ എടുക്കുന്നതായിരിക്കും. പക്ഷെ നല്ലായിരുന്നു. മമ്മൂട്ടി ഗൗതം സാറിന്റെ ഫ്രെയിമിൽ മമ്മൂട്ടി സാറൊക്കെ വളരെ നല്ല ഫ്രെയിംസ് ഒക്കെ ആയിരുന്നു. പിന്നെ ക്ലൈമാക്സ് ആയാലും നല്ല ട്വിസ്റ്റാണ്, നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും എന്തിന് ത്രില്ലിംഗ് ആയിട്ടൊരു സസ്പെൻസും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ ഒരിക്കലും വിചാരിക്കത്തില്ല അങ്ങനെ ഒരു സസ്പെൻസ് ഒക്കെ ഉണ്ടാവും. ഫീമെയിൽ ലീഡ് ചെയ്ത മേഡം ആയാൽ പോലും വളരെ ഭയങ്കര ഭംഗിയായിരുന്നു. കണ്ട് മനസ്സിലാക്കാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് സ്ക്രിപ്റ്റ് വായിച്ചിട്ട് മൂവി കാണുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എല്ലാവരും കാണും. പക്ഷമാസം much awaited combination. Customized personally for me, very close friends. Very proud of him.
എങ്ങനെയുണ്ടായിരുന്നു? ഹൗ വാസ് മമ്മൂക്ക ജീവിയം പോകുമ്പോൾ മമ്മൂക്കിനെ കുറെ നാൾക്ക് ശേഷം ഇങ്ങനത്തെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ക്യാരക്ടറിൽ കാണാൻ പറ്റിയ പിന്നെ പടം മുതൽ നല്ല വിശ്വാസം. എല്ലാവരും കേൾക്കണമെന്ന് കാണും. നല്ല രസമായിരുന്നു. വൺ തിയേറ്ററിൽ കാണും. എങ്ങനെയുണ്ടായിരുന്നു മൂവി? ക്ലൈമാക്സ് ഗംഭീരം. ഗൗതം മൂവിയായിട്ട് ഞാൻ പണ്ട് തൊട്ടേ ഫസ്റ്റ് ഭയങ്കര ഫാനാണ്. അപ്പോൾ എസ്പെഷ്യലി പുള്ളിയുടെ മൂവീസും സോങ്സും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ ഡെബ്യൂ ഫിലിമാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. മലയാളിയായിട്ടും ഇത്രയും നാളും മലയാളത്തിൽ ഒരു മൂവി ചെയ്യാതിരുന്നതല്ല എന്ന് ഐ മീൻ ആ ഒരു സങ്കടം ഇപ്പം മാറി. വെരി ഗുഡ്. ഗോകുൽ സുരേഷ് എങ്ങനെ ഉണ്ടായിരുന്നു? ഗംഭീരം ഗംഭീരം. നല്ല പെർഫോമൻസ് ആയിരുന്നു. ഗോകുൽ സുരേഷിന്റെ ത്രൂ ഔട്ടുള്ള റോളായിരുന്നു. ഗംഭീരമായിട്ട് ചെയ്തു. I love watching first time watching the entire movie also. I was working with Mammootka film. Oh, I was extremely scared and nervous. But the film that has come on screen, all of you please watch it. തിയേറ്ററിൽ മലയാളം ഡെബ്യൂ ആണ്. തിയേറ്ററിൽ മൊത്തത്തിൽ എക്സ്പീരിയൻസ് എന്തായിരുന്നു? With everyone that was watching was like surreal. I thoroughly enjoyed it. Ellaru sirichittu, ellaru rombave എങ്ങനെയുണ്ടായിരുന്നു സിനിമ? എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ മമ്മൂക്കയുടെ റോള് റിയലി ഇൻട്രസ്റ്റിംഗ്. ത്രില്ലറാണ്, പക്ഷെ നമ്മൾ തുടങ്ങുമ്പോഴത്തേക്കും അത് പ്രത്യേക രീതിയിൽ വളരെ ലൈറ്റായിട്ട് മമ്മൂക്കയുടെ റോൾ അതിൻ്റെ റിയലി ഇൻട്രസ്റ്റിംഗ്. പക്ഷേ നല്ല ട്വിസ്റ്റ്, ക്ലൈമാക്സ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു.